അതെ ഡേവി, തന്റെ ഹോം മിനിസ്റ്റർ എന്താ തഞ്ചം എന്താ തരം എന്നൊന്നും അറിയില്ലേ? ഇന്നാളാ നസ്രാണിയുടെ പ്രസിച്ചെന്ന് കോലാഹലം ഉണ്ടാക്കിയ പോലെ ഇന്നിനി പുതുതായിട്ടൊന്നിനും പുറപ്പെടണ്ടെന്നൊന്ന് പറഞ്ഞേക്കണം താൻ ഭായിയോട്. വഷളൻ. अरे आइए एसपी साहब। अबे कल्ला हरामी मलयाली। बेटा देख कितना मजबूत दिखता है साला यूनिफॉर्म में। അത് മറന്നേനെ. ഇതാ റഫി की यादें ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले. റഫി സാഹിബിന്റെ ലണ്ടൻ പ്രോഗ്രാം ബോംബെ ഒറിജിനലിൽ നിന്ന് നേരെ പിടിപ്പിച്ച കോപ്പിയാ. കയ്യിലുള്ള പോയി എന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ മോൺ ബ്ലാക്ക്. രാത്രിയിൽ എല്ലാവരും ഉറക്കം പിടിക്കുമ്പോ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് ശ്ലോകം ചമയ്ക്കുന്ന അസ്കൃതി ഉണ്ടോ തിരുമുൽപ്പാടിന് ഇപ്പോഴും? ഇല്ല അച്ചാൽ ട്രസ്റ്റിലെ കണക്കെഴുതാം. കീപ് ഇറ്റ്. എനിക്കെന്താടാ കൊണ്ടുവന്നത് നീ? ദാ പോലീസ് സ്പെഷ്യൽ സ്റ്റേറ്റ് പോലീസിന്റെ മുതല. പുലർച്ചെ 3 മണിക്കെത്തി പോലീസ് ക്ലബിൽ കിടന്നുറങ്ങി. നീ ഇങ്ങോട്ട് പോരായിരുന്നില്ല കഴുതേ? അതങ്ങനെ രാത്രി ബേഷായിട്ടൊന്ന് മിനുങ്ങിയിട്ടാ ട്രിവാൻഡ്രത്തൊന്ന് ജീപ്പ് വിട്ടത്. ട്രിവാൻഡ്രം കൊച്ചി 2.25 മണിക്കൂർ. വളരെ മര്യാദയ്ക്കുള്ള ഡ്രൈവിംഗ് അല്ലടാ. സോ 9 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഐലൻഡിലെ ടൂറിസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഹൗസിലുണ്ട് നിന്റെ മന്ത്രി ലാഹേൽ വക്കച്ചൻ. എടോ മടച്ചേരി, എന്നതാടോ എടുത്തില്ലയോ താൻ ഇതുവരെ ഡ്രിങ്ക്? അയ്യോ സാർ, ഫസ്റ്റ് ഡ്രിങ്ക് കാലത്ത് 9 മണിക്ക് മുമ്പ് പാടില്ല ഡോക്ടർ. ഓ, കൈ വറയ്ക്കുമ്പോഴോ? ഡോക്ടർ ആരാ? റൂഹാദ ഉഷാദമ്പുരാനോ? ഞാനങ്ങ് അനുസരിച്ചോളാൻ. സർ ഇതാര്? കുഞ്ഞുമോളമ്മല്ലയോ? എന്നതാടി ഒരു ഉറക്കച്ചടവ്? ഇരി. എങ്ങനുണ്ട് നിങ്ങളുടെ സീസൺ? കമ്പം മേട്ടിലെ കഞ്ചാവ് കൃഷി. അടുത്ത സീസണില് എന്റെ ടോമിച്ചന്റെ പേരിലും വിതച്ചോണം ഒരു 500 ഏക്കർ. അയ്യോ അപ്പച്ചാ, ഗിരിജെടുത്തി. ഹലോ, ഏത് സെക്രട്ടറി? ടൂറിസ്റ്റ് മിനിസ്റ്ററോട് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ മതി താൻ. ഓക്കെ, വേണ്ട, പറഞ്ഞു കേട്ടാ മതി. അയ്യോ നമസ്കാരം. നമസ്കാരം അക്കച്ചനെങ്കിൽ. ഗിരിജമോള് 201 ഗുലാബ്ജിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു. പുനഃസംഘടനയോട് ലിസ്റ്റ് കൊടുത്തേൽപ്പിച്ചു ഗുലാബ്ജിക്ക്, എന്റെ അച്ഛന്റെയും വകയായിട്ട്. അത് പറഞ്ഞപ്പോഴാ ഇന്നലെ കണ്ടില്ലായിരുന്നു TV ന്യൂസില്? അയ്യോ, 2 കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുവാന്നേലും എന്നാ ചീഫ് മിനിസ്റ്റർക്കും പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റിനും ഹൈക്കമാൻഡിനും എതിരെ ആഞ്ഞടിക്കുമെന്നല്ലയോ അച്ഛന്റെ സ്റ്റേറ്റ്മെന്റ്? അതാണ് ലീഡർഷിപ്പ്, അതാണ് കാലിബർ. ഇത് മകനാ ടോമിച്ചൻ. അടുത്ത തവണ ഏറ്റുമാനൂർ സീറ്റില് ഇവനെ നിർത്തണമെന്ന മോടെ അച്ഛന്റെ മനസ്സിലെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. യോ, ഇതെന്നതാ മോളെ ഈ സാരി? പോച്ചമ്പിള്ളിയാ? അയ്യേ അല്ല, ബനാറസ് പട്ട്. ഏക്കായാലും കേട്ടോ കുഞ്ഞുമോളമ്മല്ലേ, ഇത്രയും ഡ്രസ് സെൻസ് ഉള്ള ഇത്രയധികം പട്ടുസാരികളുള്ള ഒരു പെങ്കൊച്ചും ഇന്നേ വരെ പൊളിറ്റിക്സിൽ വന്നിട്ടില്ലെന്നാ പത്രക്കാരുടെ. പിന്നെ മോളെ, ഇന്നലെ കാലത്ത് അച്ഛന്റെ ഓഫീസിൽ നിന്ന് കണ്ണം വിളിച്ചായിരുന്നു. അച്ഛന് ഹൈക്കമാൻഡിനെ കാണാൻ പോകാനായിട്ട് നാളത്തെ ഡൽഹി ഫ്ലൈറ്റിൽ ഒരു 6 ടിക്കറ്റ്. പിന്നെ വന്ന് കൂറ കപ്പലിൽ കാണാൻ പോണമല്ലേ അച്ഛൻ ഹൈക്കമാൻഡിനെ കാണാൻ പോണേ? വക്കച്ചനങ്ങൾ ഒരു കാര്യം ചെയ്യ്, ആ 6 ടിക്കറ്റും എന്റെ ഓഫീസിലേക്ക് കൊടുത്തയച്ചേക്ക്. ഞാനാ പോകുന്നത് ഹൈക്കമാൻഡിനെ കാണാൻ. അയ്യോ വാ മാലതി, ടിവിക്കാർ കാത്തു. അതെ മോളെ, സ്റ്റേറ്റിലെ മൊത്തം പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ ഒരു പേര് വീണിട്ടുണ്ട് മോൾക്ക്, പുരട്സിത്തലൈവി. താങ്ക്സ്. ബൈ വക്കച്ചനങ്ങൾ. വാ മാലതി. പിന്നെ പുരട്സിത്തലൈവി നോക്കി നിൽക്കാതെ ചെല്ലട കഴിവേറിയ കാറിന്റെ അടുത്ത് വരെയെങ്കിലും.
ആ വാ കുഞ്ഞുമോളെ. മാറടാ, മാറടാ. മാറി. മാറി നിക്കണം. മാറി നിക്കണം. ഒതുങ്ങി നിക്കണം അങ്ങോട്ട്. ഏയ്, no. എന്തായി ഗിരിജേച്ചി ലിസ്റ്റ്? അതെന്താ കുട്ടി സംശയം? ഗിരിജയെടുത്ത് ഒരു ലിസ്റ്റ് കൊടുത്താ അങ്ങനെ ഇങ്ങ് തള്ളോ ഗുലാബ്ജി? തള്ളാൻ പറ്റൂ ഗുലാബ്ജിക്ക്? അല്ല മാഡം, അപ്പൊ ഈ മൂന്നാം ഗ്രൂപ്പിന്റെ പ്രതിഷേധം? പിന്നെ മൂന്നാം ഗ്രൂപ്പ് പണ്ട് മറ്റേ മലയോര കോൺഗ്രസിൽ നിന്നൊരു തിരുവല്ലക്കാരി പെങ്കൊച്ചു വന്നപ്പോ അതിനെ എടുത്ത് തലേ വെച്ച് ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് നേതാവും MLA ഒക്കെ ആക്കിയവർക്കാ ഇപ്പൊ എന്റെ വരവിൽ ഒരു കണ്ണുകടി. അല്ലേലും അതെ, താടി നരച്ചു കഴിഞ്ഞാ പിന്നെ ഡയബറ്റീസും പ്രഷറും വരുന്ന പോലെ ഭയങ്കര ആദർശത്തിന്റെ സൂക്കേടാ യുവ തുർക്കികൾക്ക്. മാറ്, 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 മാറ്. ആ, മാറോ. തള്ളാതറോ. ഗിരിജയെടുത്ത് കേറട്ടെ വണ്ടിയിലോട്ട്. മാഡം പ്ലീസ്. അല്ല മാഡം, ബ്രദറിനെ കുറിച്ച്. ഏത് ബ്രദർ? എന്ത് ബ്രദർ? ആരുടെ ബ്രദർ? എനിക്ക് ബ്രദേഴ്സ് ഇല്ലല്ലോ. ദാ ഇവരൊക്കെ ഇപ്പൊ എന്റെ ബ്രദേഴ്സ്. അല്ല മാഡം, സ്വന്തം ചേട്ടനെ കുറിച്ച്. ഓ, യു മീൻ മൈ ഓൺ ബ്രദർ? യെസ്. സോറി, അദ്ദേഹം ബ്ലഡ് ഗ്രൂപ്പ് മാറി അനുരഞ്ജനത്തിന്റെ ആളായി പോയി. അല്ല പ്ലീസ്, അല്ലെങ്കിൽ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്ന മക്കളെ കുറിച്ച് ഒരു അക്ഷരം പറയാനില്ല ഗിരിജയ്ക്ക്. ഹി ഈസ് നോ മോർ. ഉറക്കപ്പായെന്ന് തന്നെ തുടങ്ങുന്ന കേട്ടിട്ടുണ്ട് നിന്റെ മന്ത്രി. ഇപ്പൊ എങ്ങനെ വാറായി കാണുമോ ലാഹേൽ വക്കച്ചൻ? ഹലോ. ഹായ്. ഹായ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരിക്കലും ഫ്ലൈറ്റ്. ഓർമ്മയുണ്ട്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ ടിവിയിലും പത്രത്തിലും ഒക്കെ. ഹൗ ഡു യു റേറ്റ് മീ? വാട്ട്? ഹൗ ഡു യു റേറ്റ് മീ? പറഞ്ഞോട്ടെ. പ്ലീസ്. Then one moment. അപ്പൊ പറയാനല്ലേ? പറഞ്ഞോളൂ. Well, then if you don't mind, ബോറാണ്. വാട്ട്? ബോറാണ്. ദാ ഈ കുറുക്കൻ കാഷ്ടിച്ചതുപോലുള്ള കണ്ണെഴുത്ത്, ചുണ്ടിൽ ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ചുറ്റും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ചമന്ന ലിപ്സ്റ്റിക്, പട്ടുസാരികളുടെ ഈ ഫാഷൻ പരേഡ്, പിന്നെ ഈ മൊബൈൽ ജ്വല്ലറി ഷോപ്പ്. ശരിക്കും പകൽ വെളിച്ചത്തിൽ കണ്ടാൽ പേടിച്ചു പോവും പാവം ജനങ്ങൾ. അത് പാടില്ല. പ്ലീസ്, ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. യു ആർ ഫിറ്റ് ഫോർ ദ ജോബ്. നിങ്ങളുടെ ഈ പാർട്ടിയെ നയിക്കാൻ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അർഹതയുണ്ട് മാഡത്തിന്. യുവർ പാർട്ടി ഡിസേർവ്സ് യു. ദ പീപ്പിൾ ഡിസേർവ് യു. ജനങ്ങൾ അർഹിക്കുന്നു മാഡം നിങ്ങളെ പോലുള്ള ലീഡേഴ്സിനെ. ബൈ. പിന്നെ പാർട്ടിക്കാരും ഗ്രൂപ്പുകാരും പത്രക്കാരും ഒക്കെ പറഞ്ഞ് ചിരിക്കാറില്ലേ യുവർ ഒള്ളി ബ്രദറിനെ കുറിച്ച്? പാവം അച്ഛൻ ഒരു ചെറിയ ആന്തൂറിയം വളർത്തിയെന്ന്. അങ്ങനെ പറയാതിരിക്കട്ടെ മകളെ കുറിച്ച്. ഗുഡ് ലക്ക്. എക്സ്ക്യൂസ് മീ സാർ. എന്റെ ഈശോയെ, ഇതാരായി വരുന്നേ? വരണം സക്കീർ ഭായി. പുള്ളിക്കാരൻ ഒഴിക്കട്ടെ. അയ്യോ എന്റെ പൊന്നുമോളെ വേണ്ട. ദാണ്ട് ഈ പുള്ളിക്കാരന് കുടിയില്ല, വലിയില്ല, മറ്റേ വീക്ക്നെസ്സും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ അണ്ടർവേൾഡ് എന്നൊക്കെ പറഞ്ഞ എന്നതാ? നമ്മൾ ഈ സിനിമയെ കാണുന്നത് പോലെ ഭയങ്കര ഡിസിപ്ലിനാ അല്ലയോടോ? ആയിരി വേണ്ട. ആ എടോ സക്കീർ, ഭാഗ്യവാനാ താൻ. അതേടോ സത്യം. ദാണ്ട് ഇന്ന് രാവിലെ ഫോണിൽ കൂടി വിളിച്ചെന്നെ ഫയർ ചെയ്തു കേരളഭൂമി മാമച്ചായൻ. നിന്നെ പിടിച്ച് പെടലി കണ്ടിക്കണമെന്നും പറഞ്ഞിട്ട്. അറിയാവല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില കേരള ഭൂമി കണക്ഷൻസിനെ കുറിച്ച്. ഒടുക്കം താണ്ടി ഇന്നലെ ക്യാബിനറ്റിൽ കയറി ഞാൻ അങ്ങ് കടുത്തു. 100 വിട്ടു. എന്റെ പൊന്ന് CM സക്കീർ ഹുസൈൻ പത്രാഫീസിൽ കയറി ഉടക്കുണ്ടാക്കിയാൽ മണ്ണേ മാമച്ചിന് വല്ല ദണ്ണം ഉണ്ടെങ്കിൽ ലെറ്റ് ഹിം ഗീവ് എ റിട്ടൺ കംപ്ലൈന്റ്, ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന്. വെള്ളക്കടലാസെ പരാതി എഴുതിത്ത നടപടി എടുക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, അത് നാണക്കേടാണെന്ന് മാമച്ചായൻ. വേണ്ടെങ്കിൽ വേണ്ട, പോട്ടെ പുല്ല്. അല്ലേടോ അമീദ്? എക്സ്ക്യൂസ് മീ സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. യു വെയിറ്റ് ഔട്ട്സൈഡ്, ഐ കാൾ യു. സാർ. പിന്നെ സക്കീർ ഭായിയുടെ മദർ വലിയൊരു അല്ല, മദർ ഈ ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ വലിയ പാർട്ടിയായിരുന്നു, വലിയ സുന്ദരിയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒടുക്കം കപ്പലേന്നെടുത്ത് കടലിച്ചാടി മരിച്ചു. 6-ാം വയസ്സിൽ താൻ പുറപ്പെട്ടു പോയി എന്നൊക്കെ ഏതാണ്ട് ഇംഗ്ലീഷ് പത്രത്തില് ഒരുപാട് വായിച്ചിട്ടുണ്ട് തന്നെ കുറിച്ച്. മിസ്റ്റർ വക്കച്ചൻ, ദായി കൈയെടുത്ത് മാറ്റണം. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാം പറപ്പ, ഇത്തിരി റഫ താൻ അല്ലേടോ?
കുഞ്ഞുമോളെ നാ, ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയെ. വക്കച്ചായൻ ഒരു ആത്മബലത്തിന്. ദാണ്ടെ ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.75 ജോണി വാക്കറിന്റെ വാറല്ല, സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. പറയേ, എന്നാ വേണം നിനക്ക്? ടെൽ മീ യുവർ പ്രൈസ്. എടാ കൊച്ചനെ, അപ്പൊ അറിയാൻ നിനക്ക്. ഗുണ്ടായുസത്തിൽ നിന്റെ സ്റ്റാർ വാല്യൂ കണ്ടിട്ടൊന്നുമല്ല ലാഹയിൽ വക്കച്ചൻ നിന്നെ ഇങ്ങനെ കോംപ്രമൈസ് സ്റ്റോക്കിന് വിളിച്ചു വരുത്തി കുഴമ്പിട്ട് തിരുമ്പി സൂചിപ്പിച്ചതെന്ന്. യു നോ മൈ ഇന്റൻഷൻസ്. ഊഹിച്ചെങ്കിലും കാണും നീ ആരായി ലാഹയിൽ വക്കച്ചന്റെ പിന്നിലെന്ന്. അറിയാമടോ, ഊഹിച്ചു. ബലരാമൻ കൊണാരക്. അതേടോ, ബാംഗ്ലൂർ ഗ്രേറ്റ് ഫേറ്റ് കമ്പനി അഴിമതി അടക്കം 11 വിജിലൻസ് കേസിന്റെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിട്ടും കോടികൾ വാരിയെറിഞ്ഞ് വിലപേശി ഇക്കുറിയും തനിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു തന്നത് അവൻ. തന്റെ പാർട്ടിയുടെ ഫണ്ടർ, പൊളിറ്റിക്സിലെ തന്റെ സ്പോൺസർ ബലരാമൻ കൊണാരക്. മിസ്റ്റർ വക്കച്ചൻ, ഐ ആം അവെയർ ഓഫ് യുവർ ഇൻട്രസ്റ്റ്, ബട്ട് ഐ ആം വെൽ അബവ് യുവർ ഇന്റൻഷൻസ്. വരട്ടെ മലയാളീസ്, കം. അങ്ങനെ അങ്ങ് പോയാലോ നീയെ? എടാ അതോ ലോകം, ഇപ്പത്തെ 2 കണ്ടില്ലേ നീ? വക്കച്ചന്റെ 2 മുഖങ്ങള്. ഇനി ഇതും കൂടാതെ 3-മതൊരെണ്ണം കൂടിയുണ്ട് വക്കച്ചന്. 3-മതൊരു മുഖം. നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും. അതങ്ങ് ബോംബെയില്. ഈ ലാഹേല് വക്കച്ചൻ തിരുവനന്തപുരത്ത് ഒന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ ഒലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിയിട്ടല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ. എടാ ദാണ്ടി ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടാ ഈ ലാഹേല് വക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില്, എന്റെ നാട്ടില്. കൈ വിടണ വക്കച്ചൻ സാർ പ്ലീസ്. വക്കച്ചൻ സാറോ? നിന്നെ ഏത് പള്ളിക്കൂടത്തിലാണ് വക്കച്ചൻ പഠിപ്പിച്ചത്? എടാ സക്കീറേ, ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ദാണ്ടിങ്ങനെ ചൂണ്ടുവിരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹേലി വക്കച്ചന് 24 നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായും തലയണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ. പക്ഷെ അത് വേണ്ടടാ. എടാ, ലാഹേലി വക്കച്ചന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലി വക്കച്ചന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേലി വക്കച്ചൻ ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്നു നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ, പ്രജകള്. ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില്. ദാണ്ടേ പട്ടിയെ ഞൊടിക്കുന്നത് പോലെ ഒന്ന് ഞൊടിച്ചാ മതി, അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നും നിന്നെ. അതും വേണ്ടടാ. ദാണ്ടേ ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാര് പാണ്ടികളുണ്ട് എന്റെ തോട്ടത്തില്. ആള് കോര ഫുള്ള് വെച്ച് വാങ്ങിച്ച് അവര് അണ്ണാക്കയിലോട്ട് ഞൊട്ടിച്ചു കൊടുത്താ മതിയടാ. വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാഴി എസ്റ്റേറ്റിലേക്ക്. എന്നിട്ട് ആള് വലിപ്പത്തിലുള്ള ആസിഡ് കന്നാസിലിട്ട് നിന്നെ ദ്രവിപ്പിക്കും. എന്നിട്ട് റബ്ബറിന് ഉറയൊഴിക്കും നിന്നെയും ദാണ്ട് ഇവനെയും പിന്നെ നിന്റെ മറ്റേ ബാപ്പുവിനെ. അതൊന്നും വേണ്ടടാ കുഞ്ഞെ. ദാ ഇത് കണ്ടോ നീയെ? ഈ കൈ കണ്ടോ നീയെ? ഇവത്തെ തഴമ്പ് കണ്ടോ നീയെ? ദാ കഴിഞ്ഞ 10-45 കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയതിന്റെ തഴമ്പാടാ ഈ വക്കച്ചന്റെ കയ്യില്. ഇത് കണ്ടോ നീയെ? നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ. കൊന്നിട്ടുണ്ടടാ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റളല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് പുൾത്രൂ അടിപ്പിച്ച് അങ്ങ് ഭരണങ്ങാനത്തെ ലാഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയേല് ആണി അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ. ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. വേണ്ടി വന്നാൽ അവത്തേലൊരെണ്ണം എടുക്കും ലാഹേൽ വക്കച്ചൻ. എന്നിട്ട് അത് നിന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കഴിവേറ്റി അങ്ങ് പാലയിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ നല്ല ഫങ് 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 എന്ന് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയാവുന്ന ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് സക്കീർ. നല്ല കള്ളടിക്കുന്ന മീശയും നല്ല പിണ്ടിക്കുരിശുമാലയും സാധാ ചാർമിനാറിട്ട് വാറ്റിയ നാടൻ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാരച്ചായന്മാര്. ആനയുടെ കൊമ്പ് വേണോ, ജീവനോടെ പിടിച്ച് റോസ്റ്റ് ചെയ്ത കടുവയുടെ കിഡ്നി വേണോ, കുട്ട വേണോ എന്നൊക്കെ ചോദിച്ചോണ്ട് സക്കീർ ഹുസൈനെ കാണാൻ വരും. വേണമെന്നൊന്ന് മൂളിയാ മതി, അപ്പ കൊണ്ടുവരും കിഡ്നി. നല്ല അപ്പന് പറഞ്ഞ വെടിക്കാര് കാട്ടിക്കേറി വെടിവെച്ചിട്ടില്ല. നീ വെടിവെച്ചതൊക്കെ ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചതാ ഞാനൊരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കാൻ. എടാ, ഈ പടം കണ്ടോ നീ? ലാഹേൽ വക്കച്ച
ദാ എന്റെ ഈ കൈ കണ്ടോ നീ? കൊന്നും കൊടുത്തും ഹിംസിച്ചും രക്തക്കറ പുരണ്ട് പട്ടുപോയ ഈ പടുപാവിയുടെ കൈകൾക്ക് ഈ മഹാസവിധത്തിലൊന്ന് വണങ്ങി വന്നിക്കാൻ പോലും അർഹതയില്ല. അതറിയാം സക്കീറിന്. പക്ഷെ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈനിന്. നീ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടിപിടിച്ച് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികള്, പ്രജകള്, കോടി കണക്കിന് ദരിദ്ര നാരായണന്മാര്, അവര് കരം കെട്ടുന്ന കണ്ണീരിന്റെ നനവുള്ള പിച്ച പണം കൊണ്ട് സ്റ്റേറ്റ് കാറുകളിൽ മലർന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും പിന്നെ സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ച് സ്റ്റേറ്റ് ചെലവിൽ തീറ്റി കൊഴിപ്പിച്ച് പിന്നീട് അവർക്ക് പെറ്റണീക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ച കാവലും നൽകുന്ന ഈ നാടിനെ മുടിച്ചു മുച്ചൂടും വന്നത് നിന്റെ ഈ വർഗം ഉണ്ടല്ലോ. The bloody privileged Indian politicians. എടാ ഈ മഹാവൃദ്ധനുണ്ടല്ലോ, പണ്ട് പരന്ത്രീസുകാരന്റെ മഹാസാമ്രാജ്യത്തെ കേവലം സഹനം കൊണ്ടും ഉണ്ണാവൃതം കൊണ്ടും കൊമ്പ് കുത്തിച്ചിട്ട് ഒടുവിൽ സാക്ഷാൽ ഭാരതീയന്റെ ജാതി വെറിക്ക് മുമ്പിൽ തോറ്റു തൊഴുത് സാഷ്ടാംഗം വീണുപോയ ഈ മഹാമനുഷ്യൻ മഹാത്മാ ഇന്ന് നിന്റെയൊക്കെ ഈ കണ്ടംപററി പവർ പൊളിറ്റിക്സിന്റെ ദുഷിച്ച കാലത്തേക്ക് ഒരൊറ്റ ദിവസം ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിലേ പാവം നാഥുറാമിന്റെ പഴഞ്ചൻ തോക്കെടുത്ത് സ്വന്തം ശിരസിലേക്ക് സ്വയം നിറയൊഴിച്ചിട്ട് ഹേ റാം എന്ന് വിലപിച്ച് പോയാലോ ആത്മാ. ഇല്ലെങ്കിൽ ഈ മഹാത്യാഗി ഉണ്ടല്ലോ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഒരു ജന്മം മുഴുവൻ അഹിംസാ മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച ഈ മഹാമനുഷ്യ സ്നേഹി അതെല്ലാം മറന്നൊരു AK-47 എടുത്ത് എല്ലുന്തി കൂടുകുത്തിയ നെഞ്ചമർത്തി പിടിച്ച് പിന്നെ നിന്റെയൊക്കെ ഈ വർഗത്തിനെ ഇങ്ങനെ നിരത്തി നിർത്തി നിന്റെയൊക്കെ ചങ്കിലിട്ട് ഹറാം 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 എന്ന് എണ്ണി തുരാന്ന് കാഞ്ചി വലിച്ചനെ ഈ ഈ മഹായോഗി ഇങ്ങനെ തപസ് പോലെ കുനിഞ്ഞു കൂടി കുത്തിയിരുന്ന് നൂറ്റ് നെയ്തെടുത്ത് സ്വന്തം രാഷ്ട്രത്തിന് ഇവിടുത്തെ ആർഭാടങ്ങൾക്ക് അവകാശമില്ലാത്ത പാവം പ്രജകൾക്ക് സമർപ്പിച്ച ഈ തിരുവസ്ത്രം ഉണ്ടല്ലോടാ, കുറച്ചു മുമ്പ് നീ നിന്റെ മൂന്നാമത്തെ മുഖം എന്നെ കാണിക്കാൻ പൊന്തിച്ചു പിടിച്ച ഈ സാധനം, ഈ ഖദർ, ഇതിനൊരു ദേശീയ പതാകയുടെ വിശുദ്ധി ഉണ്ടായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സില്, അവരുടെ ഞരമ്പില്, രക്തത്തില്. ഒരു രാഷ്ട്രത്തിന്റെ, ഒരു ജനതയുടെ മുഴുവൻ ആത്മാഭിമാനത്തിന്റെ ഊടും പാവുമാടാ വക്കച്ച അതാ ഇതിലൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നത്. അത് പക്ഷെ കെടുത്തി കളഞ്ഞു നീ നിന്റെ വർഗവും. എടാ നിന്നെ പോലെ ജനങ്ങളുടെ അവകാശങ്ങളും അഭിമാനവും എടുത്ത് വിത്ത് കുത്തി കോളം തോണ്ടുന്ന നേതാക്കന്മാര് ഇതിങ്ങനെ എടുത്ത് വരിഞ്ഞു കെട്ടി കൗബീനമെടുത്ത് നിന്ദിക്കാൻ പാടില്ല മേലിൽ ഇതിന്റെ മാനം കെടുത്താൻ പാടില്ല.